ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഇൻഷുറൻസ് പരിരക്ഷ പ്രതിവർഷം 10 ലക്ഷം രൂപയായി ഉയർത്തുന്നത് കേന്ദ്രത്തിന്റെ പരിഗണനയിൽ. 70 വയസ്സ് കഴിഞ്ഞവരെ സൗജന്യ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിനുള്ള തീരുമാനത്തിനൊപ്പമാണ് പുതിയ പരിഷ്കാരവും പരിഗണിക്കുന്നത്. പരിഷ്കാര തുക നിലവിലെ 5 ലക്ഷം രൂപയിൽ നിന്ന് ഇരട്ടിയാക്കുമ്പോൾ ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം പ്രതിവർഷം 12,076 കോടി രൂപയുടെ അധിക ചെലവ് കേന്ദ്രത്തിന് ഉണ്ടാകും. ജൂലൈ 23 കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ച് നിർദ്ദേശമുണ്ടാകുമെന്നാണ് സൂചന. നീതി ആയോഗിന്റെ 2021 ഒക്ടോബറിലെ റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയുടെ 30% പേർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല. 70 കഴിഞ്ഞവരെ പദ്ധതിയുടെ ഭാഗമാക്കി അടുത്ത 3 വർഷത്തിനുള്ളിൽ ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയാക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയാക്കിയാൽ രാജ്യത്തെ 2/3 ജനങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ ലഭിക്കും. നിലവിൽ വാർഷിക ഇൻഷുറൻസ് പരിരക്ഷ 5 ലക്ഷം രൂപ വരെയാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ 55 കോടി ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നുണ്ട്. ഇതിനു പുറമെ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം 70 വയസ്സിന് മുകളിലുള്ള എല്ലാ വയോജനങ്ങൾക്കും സൗജന്യ ചികിത്സയുടെ ആനുകൂല്യം ലഭ്യമാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചിരുന്നു. സർക്കാർ ധനസഹായത്തോടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇതിൽ രാജ്യത്തെ 12 കോടി താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നു. രാജ്യത്തെ പൊതു അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കാർഡ് ഉപയോഗിച്ച് സൗജന്യ ചികിത്സ ലഭ്യമാക്കാം. ആയുഷ്മാൻ ഭാരത് കാർഡിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് pmjay.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിനുള്ളിൽ ABHA രജിസ്ട്രേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആധാർ സ്ഥിരീകരിക്കാൻ OTP നൽകുക. പേര്, വരുമാനം, പാൻ കാർഡ് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ നൽകുക. അപേക്ഷ അംഗീകരിക്കുന്നതുവരെ കാത്തിരിക്കുക. അതിനുശേഷം ആയുഷ്മാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ആശുപത്രികളിൽ പണരഹിത ചികിത്സ ലഭ്യമാക്കാൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് ചെയ്യുക. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.